ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചാണ് വളരെ സങ്കീർണമായ ഓരോ ആപ്പുകളും ഓരോരുത്തർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അത് ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രം പോരാ, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനും വേണം കോടികൾ. ഒരുപാട് എഞ്ചിനീയർമാർ രാപ്പകൽ ഇതിൻ്റെ പിന്നിലിരുന്ന് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്ത ഒരു ഉൽപ്പന്നം നിങ്ങൾക്ക് വളരെ സൗജന്യമായി എങ്ങനെ കിട്ടുന്നു? ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ ഡൽഹിയിലേക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ്. ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതോടൊപ്പം ഡൽഹിയിൽ എത്തുന്ന സമയം തണുപ്പ് സമയമാണെങ്കിൽ അതിൻ്റെ വിൻ്റർ ക്ലോത്തുകളുടെ അടക്കം പരസ്യങ്ങളാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലെ ഹോട്ടലുകളുടെ പരസ്യങ്ങൾ, നിങ്ങളുടെ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ആക്സസറീസിൻ്റെ പരസ്യങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ ഒരൊറ്റ ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണിത് ചെയ്യുന്നത്? നിങ്ങളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ഒരു ട്രാവൽ ഇൻട്രസ്റ്റഡ് യൂസർ എന്ന ഒരു പ്രൊഫൈലിൽ കൊണ്ടു ചേർക്കുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല അവിടെ ഉള്ളത്, അവിടെ ഒരുപാട് ട്രാവൽ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫൈൽസിനെ ഒരു സെഗ്മെൻ്റായി സൂക്ഷിക്കുകയാണ്. ഇനി യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പരസ്യങ്ങളും നൽകേണ്ടത് ഈ സെഗ്മെൻറ്റിൽ ഉള്ള ആളുകൾക്കാണെന്ന് സോഫ്റ്റ്വെയർ മനസ്സിലാക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇതിനു മുൻപ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ തങ്ങിയിട്ടുണ്ടോ എന്ന് സിസ്റ്റം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അത് ഒരു ഹൈ ക്ലാസ് ഹോട്ടലാണ്, ഒരു 5 സ്റ്റാർ ഹോട്ടലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 5 സ്റ്റാർ ഹോട്ടലുകളുടെ പരസ്യമായിരിക്കും.